കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ പല കുട്ടികളുടെയും പേരൻസ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. CUET അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. അതായത് നമ്മുടെ നീറ്റോ ജെഇഒ പോലെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ. നമുക്ക് അപ്ലിക്കേഷന്റെ മുന്നേ കുറച്ച് ഇൻഫർമേഷൻ നിർബന്ധമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിനക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BSc ഫിസിക്സ് പഠിക്കണം, അൻസ്രാജ് കോളേജിൽ BSc ഫിസിക്സ് പഠിക്കണം എന്ന് വെക്കുക. അപ്പോൾ നീ ആദ്യം ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് BSc ഫിസിക്സിന്റെ റിക്വയർമെന്റ് ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് നോക്കലാണ്. എന്നിട്ട് വേണം ഇവിടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാർച്ച് മാസത്തിലായിരുന്നു CUET അപ്ലിക്കേഷൻ വിളിച്ചിരുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും മാർച്ച് മാസം എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ ഒരു തിരക്കാവുമല്ലോ, ബോർഡ് എക്സാമിൻ്റെ ഒക്കെ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ പല കുട്ടികളുടെയും പേരൻസ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ NTA ജനുവരിയിൽ തന്നെ അപ്ലിക്കേഷൻ വിളിച്ചതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനോട് കൂടെ ഗൈഡൻസോട് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ അപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല ഈ വർഷം നേരത്തെ വിളിച്ചതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അപ്ലിക്കൻസിൻ്റെ എണ്ണത്തിലും കൂടാനുള്ളത് സാധ്യത കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം 15 ലക്ഷത്തോളം അപ്ലിക്കേഷനാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ വർഷം അതിലേറെ ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നു.